അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കൂടുതൽ ആളുകളിലും ചർമ്മരോഗങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കാരണം ഞാൻ പറയാം. അതായത് ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, ഇന്ന് കഴിച്ചതിൻ്റെ വേസ്റ്റ് നാളെ രാവിലെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകണം. അത് പോകാത്തൊരവസ്ഥയുണ്ട്. ചില ആളുകൾക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേക്ക് വയറ്റിൽ നിന്ന് പോകുള്ളൂ. ആ കാരണത്താൽ ഉണ്ടാകുന്ന സ്കിൻ ഡിസീസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനുള്ളൊരു പ്രതിവിധിയും കൂടി ഇൻഷാ അല്ലാഹ് ഇതിൽ പറയാം. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു കസ്റ്റമർ, അതായത് എനിക്ക് സോപ്പിൻ്റെ ബിസിനസ്സുള്ള കാരണം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു കസ്റ്റമർ എന്നോട് പറഞ്ഞ്, എനിക്ക് കാൽമുട്ടിന് താഴെയായിട്ട് ചൊറിച്ചിലാണ്, കറുത്ത പാടുകളുണ്ട്, ഇവിടെ ഒരു വ്രണം വന്നിട്ട് അത് പഴുപ്പുണ്ടായിട്ട് പഴുപ്പ് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പ്രായം ചോദിച്ചപ്പോൾ 38 വയസ്സാണ് അവരുടെ പ്രായം. 38 വയസ്സെന്ന് വെച്ചാൽ ഇത് സാധാരണ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത് 50 വയസ്സിന് ശേഷം ഉണ്ടാവാറുള്ളൂ സാധാരണ. അപ്പോൾ ഈ 38 വയസ്സെന്ന് പറഞ്ഞാൽ 40 വയസ്സാണ് യുവത്വം കഴിയുന്നത്. 38 വയസ്സിൽ ഇതൊന്നും വരാറില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാറുണ്ടോ, സുഖശോധനയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മാനസികമായിട്ടൊരു തളർന്ന രീതിയിലാണ്. അതായത് ഇതിൻ്റെ ഫാദർ ഇതിനെ ഉപദ്രവിക്കും, അങ്ങനത്തെ ഒരു കുടുംബമായിരിക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഇത് തന്നെ സ്ഥിതിയാണ്. ഭർത്താവും ചിലപ്പോൾ അങ്ങനെയുള്ളതായിരിക്കാം. അപ്പോൾ ഇതിന് മനസ്സും അടുത്തിട്ട് കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ വെറും ചോറും ഉണക്കമീനുമാണ്, ഫൈബർ അതിനകത്തില്ല. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ ഇതിന് മടിയുമാണ്. 3 ദിവസം കൂടുമ്പോഴേക്കും ടോയ്ലറ്റിൽ പോകുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കഴിച്ച ഭക്ഷണം നാളെ രാവിലെ ഇത് വയറ്റിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് ക്ലിയർ ആവുകയുള്ളൂ. പക്ഷേ ഇത് പോകില്ല. കാരണം ഇത് ഒരു ഫൈബർ കഴിക്കുന്നില്ല. നാരടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം. പച്ചക്കറിയോ അതുപോലെ എന്തെങ്കിലും സാധനം കഴിക്കണം. ഇത് കഴിച്ചില്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകില്ല. നമുക്ക് ഒരു പ്രഷർ അവിടെ വരണം, മനസ്സിലായ? കാരണം ഇത് ഈ വൻകുടലിൻ്റെ ചെറുകുടൽ കഴിഞ്ഞ് വൻകുടലും കഴിഞ്ഞ് വൻകുടലിൻ്റെ ഏറ്റവും എൻഡിൽ 5 ഇഞ്ചാണ് ഈ മലാശയം എന്ന് പറഞ്ഞാൽ. ഈ മലം അവിടെ നിന്ന് താഴത്തോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു പ്രഷർ വേണം. അതാണ് ഫൈബർ കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നാടൻ പച്ചക്കറി ആണ് കഴിക്കേണ്ടത്. അല്ലാണ്ട് പച്ചക്കറി കഴിക്കുമ്പോൾ തമിഴിൻ്റെ പച്ചക്കറി സ്ഥലം കഴിച്ചാൽ ക്യാൻസർ ഉറപ്പാണ്. അപ്പോൾ പച്ചക്കറി ഇത് കഴിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ മോശമാണല്ല. അപ്പോൾ ഞാനൊരു സജഷൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ സുഖശോധന ശരിയാക്കുക, അല്ലാതെ നിങ്ങളുടെ ഈ അസുഖത്തിന് വേറെ മരുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു കൊടുത്തു, പച്ചക്കറി കഴിക്കുക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വയറ്റിൽ നിന്ന് പോകാഞ്ഞിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആര്യവേപ്പിൻ്റെ സോപ്പ് തേച്ചുകൊണ്ട് ചൊറിച്ചിൽ പോകില്ല. ഇത് ഇൻറ്റേർണൽ പ്രോബ്ലമാണ്, ഇൻറ്റേർണലായി തന്നെ ക്ലീൻ ചെയ്യണമെന്ന്, അത് ക്ലിയർ ആക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതൊരു പാവം സ്ത്രീയാണ് അവർ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഞാനൊരു സജഷൻ പറഞ്ഞു കൊടുത്തു, പച്ചക്കറി വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പുറത്തു പോയിട്ട് നാടൻ പച്ചക്കറി കിട്ടുമെങ്കിൽ വാങ്ങുക. ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു മുറി തേങ്ങയിൽ നമുക്ക് പണി നടത്താമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ തേങ്ങ നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചെങ്കിൽ നല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളാണ്, HDL ആണ്, നല്ല ഹെൽത്തിയാവും. നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മോശം കൊളസ്ട്രോൾ തള്ളിപ്പോവുകയും ചെയ്യും. പക്ഷേ നമ്മളിത് കഴിക്കുന്ന സിസ്റ്റം വേറെയാണ്. നമ്മൾ അരച്ച് പൾപ്പാക്കിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈബറെല്ലാം അരഞ്ഞു പോകും. അങ്ങനെയല്ല കഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു സജഷൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു തേങ്ങാമുറി ഡെയിലി ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാൻ പറഞ്ഞു. പച്ചക്കറി നാടൻ പച്ചക്കറി കിട്ടുമെങ്കിൽ കഴിക്കുക, പരിപ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. അതുകൂടാതെ ഈ ഒരു മുറി തേങ്ങ കിടക്കാൻ നേരത്ത് കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിന് വിശപ്പിന് ഇതനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മതി, ഇത് ഉൾപ്പെടാണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് ഞാൻ കഴിക്കാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഒന്നെങ്കിൽ ഇത് ചിരകി എടുത്തിട്ട് നമ്മൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ കൊത്തായിട്ട് പൊളിച്ചെടുത്തിട്ട് നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫൈബർ വരും, നാര് വരും. ചില ആളുകൾ ഇത് തന്നെ നീര് കുടിച്ച് തുപ്പിക്കളയരുത്. അത് ശരീരത്തിന് നല്ലത് തന്നെ, കാരണം അത് ഫൈബറാണ്. അതിൻ്റെ വെയിറ്റ് കൊണ്ട് മലം പെട്ടെന്ന് രാവിലെ പുറത്തേക്ക് മലാശയത്തിന് തള്ളി പുറത്തോട്ട് പോവുകയും ചെയ്യും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് 1-2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഫൈബർ കൂടുതൽ കഴിക്കുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ടോയ്ലറ്റിൽ പോകുമ്പോൾ പല ലൂസായിട്ട് പോവുകയും ചെയ്യും, വയറ് ക്ലിയർ ആവും. അതത്തെ കാര്യം ക്ലിയറാണ്. വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ അവരോട് പറഞ്ഞ് ഇത് സ്ഥിരമായിട്ട് അവർ കഴിച്ച് 1.5 മാസമായപ്പോൾ അവരോട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങി, പാടുകളൊക്കെ മാറി തുടങ്ങി, എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും നിങ്ങൾ പ്രാബല്യത്തിലാക്കുക. ഞാനിത് തേങ്ങയ്ക്ക് വീട്ടിലിങ്ങനെ ചട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള അതൊക്കെ ഞാനാണ് കഴിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ ഇത് ഒരു തേങ്ങ വെച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിച്ചോ, എത്ര മെലിഞ്ഞവരും തടിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും,
പക്ഷേ ആ കൊളസ്ട്രോൾ കൊണ്ട് ശരീരത്തിന് ഒരു യാതൊരു ദോഷവും വരില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഇത് സ്ഥിരമാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.